ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റൂം ടൂറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബഹ്റിനിൽ അദിലിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദിലിയയിൽ ഞങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു റൂം ടൂർ കാണിച്ചു തരാം. നമുക്ക് ഏകദേശം എങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. ഫാമിലി റെസിഡൻസ് എന്നാണ് ഫ്ലാറ്റിൻ്റെ പേര് വരുന്നത്. അദിലിയയിലാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഫാമിലീസ് തന്നെയാണ് താമസിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ ഒക്കെ ഫ്ലാറ്റിലൊക്കെ കൂടുതലും ഫാമിലീസ് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. നമുക്കിനി റൂം കാണാം. നമ്മൾ ഈ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളെ റൂം വരുന്നത് കേട്ടോ. നേരെ ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ കിച്ചണാണ് കാണുക. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിച്ചണാണ് ഫസ്റ്റ് കാണുക. അതുകൊണ്ട് ഞാൻ കിച്ചണാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമുക്ക് ഒരു 4-5 പേർക്കൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യമുണ്ട്. പിന്നെ വീഡിയോയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ചെറുതായിട്ട് അങ്ങനെ തോന്നിയായിരിക്കും. പിന്നെ ഇതൊക്കെ ഹസ്ബൻഡിൻ്റെ ചെടികളാണ്. എന്തൊക്കെയോ കുറേ ചെടികളുണ്ട്, എനിക്കതിൻ്റെ ഒന്നും പേരറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേലെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അതുപോലെ റൂമിൽ ഒക്കെ ഉണ്ട് ഇങ്ങനെ കുറേ ചെടികളുണ്ട്. ഇത് ഇവിടുത്തെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് അതുപോലെ ഈ വാഷിംഗ് മെഷീന് ഇതൊന്നും നമ്മൾ വാങ്ങുന്നതല്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ, റൂമിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഷെൽഫ് കുറേ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും നന്നായിട്ട് തന്നെ ഒതുക്കി വെക്കാൻ പറ്റും. അങ്ങനെ വലിച്ചു വാരി ഇടേണ്ടിയൊന്നും വരില്ല. നല്ല സ്പേസ് ഉണ്ട് എല്ലാം നന്നായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കറണ്ട് ബില്ല്, വാട്ടർ ചാർജ്, ഗ്യാസ് ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ റെൻറ്റിലാണ് കൊടുക്കുന്നത്. അല്ലാതെ അത് നമ്മൾ എക്സ്ട്രാ വേറെ പേ ചെയ്യുന്നു വേണ്ട, എല്ലാം ആഡഡ് ആണ് കേട്ടോ. ഇവിടെ ഈ വിൻഡോ ഇവിടെ നിന്ന് തുറക്കുമ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റിയ മനാമ സിറ്റിയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പകൽ കാണുന്നതിലും നല്ല ഭംഗിയായിരിക്കും രാത്രി കാണാൻ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ വിൻഡോ നമ്മൾ എപ്പോഴും ഇങ്ങനെ തുറന്നിടും കേട്ടോ. അപ്പോൾ നല്ല കാറ്റും കിട്ടും. ഇപ്പം നല്ല ചൂടാണ്, അപ്പോൾ ചൂട് കാറ്റായിരിക്കും ഉള്ളിലേക്ക് വരിക. പക്ഷെ നല്ല ഭംഗിയാണ് പുറത്തേക്ക് കാണാൻ. പകലും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ രാത്രിയും അതിലും അടിപൊളിയായിരിക്കും കാണാൻ. കാരണം ഫുൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ആ ദൂരെ കാണുന്നതാണ് കേട്ടോ മനാമ. പിന്നെ ഇവിടെയൊക്കെ കൂടുതലും ഫാമിലീസ് തന്നെയാണ് താമസിക്കുന്നത് ഈ ഏരിയയിൽ. അത് കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് കാണാറുണ്ട്. അപ്പോൾ മലയാളീസ് കുറേ ഉണ്ട് ഇവിടെ. നല്ലൊരു ഏരിയ ആണിത്. നല്ലൊരു എല്ലാ ഫെസിലിറ്റീസൊക്കെ ഉള്ള തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കാരണം ഇതൊരു വൈറ്റ് കളർ പെയിൻ്റാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. എപ്പോഴും റൂം നല്ല ബ്രൈറ്റായിട്ട് തന്നെ കാണും. പിന്നെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ആണെങ്കിലും ആ റൂമിൻ്റെ പെയിൻറ്റിനൊക്കെ ഒരു മാച്ചായിട്ടുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും എപ്പോഴും റൂം കാണാൻ. ഈ മിറർ ഇവിടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഈ വൈറ്റ് കളർ മിററും അതുപോലെ ഇതിനൊരു ചെറിയൊരു ടേബിൾ പോലെ ഇത് രണ്ടും ഇവിടെ ആദ്യമേ ഉള്ളത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ അലമാര ഇതൊക്കെ ഇവിടെ മുമ്പേ ഉള്ളത് തന്നെയാണ്. ഈ ഒരു മിറർ, ഈ കാണുന്ന മിറർ ഞങ്ങൾ എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ക്ലോക്കൊന്നും റൂമിൽ ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കുന്നതാണ്. AC, ഫാന് അതൊക്കെ റൂമിലുണ്ടാവും. ഇതെനിക്ക് സ്കൂളിൽ നിന്നൊരു മോള് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഫ്രെയിമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ വേറൊരു ചിത്രമായിരുന്നു കേട്ടോ. അത് ഞാൻ മാറ്റിയിട്ട് ഞാനിങ്ങനൊരു സാധനം വെച്ചതാണ്. പിന്നെ ഈ TV ഇത് ഞങ്ങൾ വാങ്ങിയതാണ്. ഇവിടെയുള്ള TV ഒരു ചെറിയൊരു നോർമൽ TV ആയിരുന്നു. നമുക്ക് ഇങ്ങനെ ചാനലൊന്നും കിട്ടിയില്ലായിരുന്നു ഇവിടെ. ഓൺലൈനായിട്ടൊന്നും അതിലെടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. സ്മാർട്ട് TV അല്ലായിരുന്നു. അതുകൊണ്ട് മാറ്റിയിട്ട് നമ്മൾ വേറൊരു TV എടുത്തതായിരുന്നു. ഇതും അതുപോലെ തന്നെ ഒരു മോള് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. ഒരു പാണ്ട. അപ്പോൾ ഞാനത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു റൂം, കിച്ചൺ, ടോയ്ലറ്റ് അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ബഹ്റിനിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.
അടുത്ത വീഡിയോയിൽ കാണാം.